നിങ്ങൾ പിന്നെ അതിനെ ആരോപണം എന്ന് പറയുന്നതിന് പകരം അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇതാണോ CPM-ൻ്റെ 2026 തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം. ഇതാണോ CPM-ൻ്റെ രാഷ്ട്രീയം? ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ? ഇതാണോ CPM-ൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക? നമ്മൾ ആലോചിച്ച് നോക്കണം. അതിന് CPM നേതൃത്വം മറുപടി പറയണം. അവരുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം, ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM പോകാൻ ആഗ്രഹിക്കുന്നത്? വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ? ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചു വെക്കാൻ പറ്റാഞ്ഞിട്ടാണോ? ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് അവർ വിലയിരുത്തിയിട്ട് ജനങ്ങളും വിലയിരുത്തിട്ട് അവരും വിലയിരുത്തട്ടെ. ഇതാണോ അവരുടെ പൊളിറ്റിക്സ്? ഇതാണോ അവരുടെ രാഷ്ട്രീയം? ഇതാണോ CPM 2026 കരുതി വച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം? ഇതാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ. ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയാം. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞ വാചകങ്ങൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞിട്ടും കൃത്യമായ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജവും കെൽപ്പും ഞങ്ങൾക്കുണ്ട്. അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിൻ്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് CPM മുന്നോട്ട് പോകുന്നത്. ഞാനിത് ഇപ്പോൾ കുറച്ചായിട്ട് നിരന്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടുക. ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ വർഗീയവാദിയാക്കാനാണ് ആദ്യം ശ്രമിച്ചത്. അതിനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഏശാഞ്ഞിട്ടാണ് വേറൊരു കാര്യം കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ആ വാക്ക് കൊണ്ടൊരു മറുപടി അറിയിക്കുന്നില്ല. മറിച്ച് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഇതാണോ CPM-ൻ്റെ രാഷ്ട്രീയം? CPM 2026 കരുതി വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ അവരുടെ രാഷ്ട്രീയ ടൂൾ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത്, രാഷ്ട്രീയ തന്ത്രം ഇതെന്ന് പറയുന്നത് ഇതാണോ എന്നുള്ളത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ആ നിലവാരത്തിലാണ് ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് CPM ആലോചിക്കട്ടെ. ഞാൻ ആവർത്തിച്ചല്ലോ, എൻ്റെ ചോദ്യം വളരെ ക്ലിയർ ആണല്ലോ. അതൊക്കെ ആലോചിക്കും. ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളായിട്ട്, പാർട്ടി നേതൃത്വം ബന്ധപ്പെട്ട ആളുകളായിട്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു തരം പിന്നെ ആക്ഷേപങ്ങൾ, അതിൻ്റെ പേരിലുണ്ടാക്കുന്ന വാർത്തകൾ, എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ ഇഷ്യൂസിനെ ഡൈവേർട്ട് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ, പരാജയങ്ങൾ അതൊക്കെ മറച്ചു വെക്കാൻ ഇതിനെ ഒരു പുകമറയായി കൊണ്ട് നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അതിന് അധിക്ഷേപത്തെ രാഷ്ട്രീയ തന്ത്രമായി 2026 കരുതി വെക്കുന്ന CPM-ൻ്റെ മുഖമാണ് ഇവിടെ വ്യക്തമാകുന്നത്. അത് അവരുടെ നേതൃത്വം പറയണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെയാണോ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ അവർ നേരിട്ടാലും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായിട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് അവർ തിരിച്ചറിയും. അതിപ്പം പാലക്കാട്ട് ഉൾപ്പെടെ പല പ്രഖ്യാപനങ്ങളും ഇവരൊക്കെ നേതൃത്വം ഏറ്റെടുത്ത സമയത്തൊക്കെ പാലക്കാട്ട് ഉൾപ്പെടെ നടത്തിയതാണ്. അതൊന്നും നടപടിയാവുന്നില്ല.